നമസ്കാരം. ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 1 ശ്ലോകം 30. ന ചാശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. എനിക്ക് ഇപ്പോൾ ഉറച്ചു നിൽക്കാൻ കൂടി സാധിക്കുന്നില്ല. ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു. മനസ്സ് ചുറ്റിക്കറങ്ങുന്നു. അല്ലയോ കൃഷ്ണ. കേശവ, കേശി എന്ന അസുരനെ വധിച്ചവനായതുകൊണ്ടാണ് കേശവൻ എന്ന നാമധേയം ഭഗവാനുണ്ടായത്. ദൗർഭാഗ്യ ലക്ഷണങ്ങളാണ് ഞാൻ എമ്പാടും കാണുന്നത്. വികാര വിക്ഷോഭത്തിൽ അർജുനന് യുദ്ധരംഗത്ത് നിൽക്കാനാവാതായി. മനോദൗർബല്യം കൊണ്ട് ആത്മവിസ്മൃതിയോളമെത്തി. ഭൗതിക വിഷയങ്ങളിലുള്ള അമിതമായ ആസക്തി മനുഷ്യനെ അമ്പരപ്പിക്കുന്ന ഒരു വിഷമസ്ഥിതിയിലാണെത്തിക്കുക. ഭൗതിക പരിസ്ഥിതികളാൽ അത്യന്തം സ്വാധീനിക്കപ്പെട്ടവരിലാണ് ഇത്തരത്തിലുള്ള ഭയപ്പാടും മാനസിക വിഭ്രമവും കണ്ടുവരുന്നത്. യുദ്ധരംഗത്തിൽ ഭാവി വിപത്തിനെ മാത്രമേ അർജുനൻ കണ്ടുള്ളൂ. ശത്രുക്കളെ ജയിച്ചാൽ പോലും തനിക്ക് സന്തോഷിക്കാനാവില്ല. തൻ്റെ പ്രതീക്ഷകളെല്ലാം നിഷ്ഫലമാകുമ്പോൾ അയാൾ ഞാൻ എന്തിനിവിടെ നിൽക്കുന്നു എന്ന് ചിന്തിച്ചു പോകുന്നു. എല്ലാവർക്കും സ്വന്തം കാര്യത്തിലും ക്ഷേമത്തിലുമാണ് താല്പര്യം, പരമാത്മാവിലല്ല. കൃഷ്ണന്റെ ഇച്ഛാനുസാരം അർജുനൻ തൻ്റെ യഥാർത്ഥത്തിലുണ്ടാകേണ്ടതായ സ്വാർത്ഥ താല്പര്യങ്ങളിലുള്ള അജ്ഞത പ്രകടിപ്പിക്കുന്നു. യഥാർത്ഥമായ സ്വാർത്ഥ താല്പര്യം വിഷ്ണുവിൽ അഥവാ കൃഷ്ണനിലാണ് നിലകൊള്ളുന്നത്. ബദ്ധനായ ജീവാത്മാവ് ഇത് മറക്കുകയും തന്മൂലം ഭൗതിക ക്ലേശങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. യുദ്ധത്തിൽ നേടുന്ന വിജയം തനിക്ക് ദുഃഖത്തിനെ വഴിവെക്കൂ എന്ന് അർജുനൻ വിചാരിച്ചു.